തമ്മിൽ കൃത്യമായിട്ട് പരിചയപ്പെട്ടു. ഇനി ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ മത്സരത്തിലേക്ക് കിടക്കാം. ഏതാണ് നമ്മുടെ അടുത്ത റൗണ്ട്? ശരിക്കും ശരിയല്ല. ഉറപ്പിച്ച് കക്ഷി ഇത് തന്നെ. കാണാൻ പോകണല്ലോടാ, കണ്ടിട്ട് ഞാൻ വിളിക്കാം. ഇതാണ് കക്ഷി. 5-10 മിനിറ്റ് സംസാരിച്ചോ ചെല്ലേ. ഓ നാണിക്കണ്ട. എങ്ങനുണ്ട്? പശുവിന്റെ പേരാണെങ്കിലും നല്ല കുട്ടിയാ. അതെ, ഒരു സെക്കൻഡ്. ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് തോന്നിയ കാണിക്കുന്ന അല്ല, എന്റെ ഫ്രണ്ടാ. അത് പറയാൻ താനാരാ? ഒരു 2-3 മാസമായി ഇവൻ ബോംബെന്ന് വന്നിട്ട് ഇറങ്ങിയപ്പോഴാ നീ ചെന്നൈന്ന് എന്നോട് പറഞ്ഞത് കേട്ടോ. അത് മറക്കരുത്. നിങ്ങൾ സ്ഥലം ഏതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യും. ആ ചെറുക്കനെ പോലെ അവിടെ ഇവിടെ ഒക്കെ പറയാം. വന്ന കാര്യം പറ. ഇന്നലെ പെണ്ണ് കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞതാ, പക്ഷെ അവൻ മറന്നുപോയി. അയ്യോടാ. പിന്നെ ഇന്ന് പെണ്ണ് കാണാൻ ചെന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞു അവള് ജോലിക്ക് പോയെന്നു. ജോലി സ്ഥലമായി ഇങ്ങോട്ടെന്ന് ഞങ്ങളിങ്ങി പോന്നു. അല്ല, അതിപ്പോ ഇവര് ജോലി സ്ഥലം ഇവിടെ പറഞ്ഞ ഈ കൊച്ചു ഇവിടെ നിൽക്കുന്ന ഒരു 5 മിനിറ്റ് അവൾക്ക് അത് ഈ നന്ദിനി ഇതുപോലെ ഉള്ളതാണോ? ഞാൻ മെയിൽ ചെയ്തിരുന്നല്ലേ നന്ദിനി. പുള്ളി മെയിൽ അയച്ചത്. അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം. നന്ദിനിക്ക് ഒരു ഞങ്ങളുടെ ഹോം മിനിസ്റ്ററിന്റെ ടീമായിട്ട് നന്ദിനിക്ക് ഒരു ജീവിതം ഉണ്ടാകുന്നത് ഞങ്ങൾ ഇല്ലാതാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എടോ, നിങ്ങൾ മെയിൽ അയച്ചെന്ന് പറഞ്ഞല്ലോ. എന്താ നിങ്ങളുടെ പേരെന്താണ്? രവി. പക്ഷെ കൂട്ടി വായിച്ച മറവി. എടാ, പെണ്ണ് കാണാൻ പോകേണ്ടതൊക്കെ ആരെയും മറന്നുപോകും. പിന്നെ നമ്മള് ബ്രോക്കറാണ്. കമ്മീഷൻ കമ്മീഷൻ ഉണ്ട് ചെറിയ രീതിയിൽ. അതൊരു ചെറിയ കാര്യം. നിങ്ങൾ പെണ്ണ് കാണിക്കാൻ തന്നെ കൊണ്ടുവന്നതല്ലേ, അല്ലാതെ മൈഡിയർ കുട്ടിച്ചാത്തൻ കാണാൻ കൊണ്ടുവന്നല്ലേ. ഇവനെ കുട്ടിച്ചാത്തൻ 3D കണ്ണടയും വെച്ചോണ്ട് വന്നിരിക്കുക ഇതിനകത്ത്, ഫ്ലോറിനകത്ത് കേട്ടോ. 5 മിനിറ്റ്സ് തരാം നിങ്ങൾക്ക്. ഈ 10 അല്ല നന്ദിനി കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടില്ല വേണ്ടെന്ന് പറഞ്ഞോളൂ. ഈ 10-30 ദിവസം നിങ്ങൾക്ക് ഉണ്ടായിട്ട് നിങ്ങൾ കൃത്യം ഷൂട്ടിന്റെ ഡേറ്റ് തന്നെ വന്നതിനെ കുറിച്ച് എനിക്ക് ചെറിയ ഖേദമുണ്ട്. നിങ്ങൾ 30 ദിവസം ഞാൻ ഈ നാട്ടിൽ ലാൻഡ് ചെയ്തിട്ട് 30 പേർക്ക് ഞാൻ മെയിൽ ചെയ്തു. ഇഷ്ടപ്പെട്ടില്ല. കണ്ടീഷണലാവരുത്, കുറച്ചൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. എന്നാലും ഈ പറഞ്ഞതൊക്കെ പിഷാരടി മറ്റുള്ളവരോട് പോയി പറയണം. അവർക്കാണ് എന്നെ ഇഷ്ടപ്പെടാതിരുന്നത്, എനിക്ക് ഇഷ്ടപ്പെടാനിട്ടല്ലോ. ഇതിപ്പം എങ്ങനെ ഇഷ്ടപ്പെടും? ആനപ്പിണ്ടത്തിന് സ്വർണ്ണമാല ഇട്ട് വെച്ചേക്കുന്ന പോലെ വന്ന് നിൽക്കുക. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ഒരു 5 മിനിറ്റ് എപ്പോഴാണ് ഒക്കുന്നത്? 5 മിനിറ്റ് നമ്മൾ ഇതിനിടയിൽ ബ്രേക്കിന്റെ സമയം നോക്കി എങ്ങനെയെങ്കിലും ഒരു 5 മിനിറ്റ് വേണേ നിങ്ങൾക്ക് ശരിയാക്കി തരാം. അല്ല, ഇവിടെ ഇരിക്കണ്ട, ഞാൻ കിടക്കാൻ എന്റെ നെഞ്ചത്ത് കയറിയിരുന്നു. തൽക്കാലം നിങ്ങൾ ഓഡിയൻസിന്റെ അങ്ങോട്ട് കയറി ഇരുന്നോളൂ കേട്ടോ. കാലം കൂടെ കണ്ടിട്ട് പോത്തല്ലേ പിള്ളേരുടെ. ഫോട്ടോ എടുക്കണായിരുന്നു. നിന്റെ കൂടെ അല്ല, എന്റെ നന്ദുവിന്റെ കൂടെ. ഓക്കെ ഓക്കെ. ഇനി ടോളൻസ് ആയ ഹോം മിനിസ്റ്റർ പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറിയിൽ ഒരു ചെറിയ അവരുടെ ആവശ്യങ്ങളുമായിട്ട് അങ്ങനെ അപൂർവമായ കാഴ്ചകളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളോടുള്ള ഞങ്ങളുടെ ഹോം മിനിസ്റ്ററിലെ അടുത്ത റൗണ്ടിന്റെ പേര് മാലപ്പടക്കം. ഹലോ ഹലോ. അതെ മിസ്റ്റർ പിഷാരടി, എന്തോ? ഞങ്ങള് അത്യാവശ്യം തറവാട്ടി പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെയാ. ഞങ്ങൾ അത്യാവശ്യം കാശും കുടുംബമൊക്കെ ഉള്ള ആൾക്കാർ തന്നെ. നമ്മുടെ മുഖ്യമന്ത്രിയോട് പോയിട്ട് ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ മിനിറ്റ് കൊണ്ട് പുള്ളി എനിക്ക് 5 മിനിറ്റ് 50 മിനിറ്റ് തരും. ഞാനിപ്പോ പിഷാർ സാറേന്ന് വിളിച്ചോണ്ടിരുന്നതാണല്ലോ, ഇപ്പൊ പിഷാരടി എന്നൊക്കെ ആയല്ലോ. അല്ല അങ്ങനെയല്ല. അല്ല അങ്ങനെ സംസാരിക്കല്ലേ. എന്നോട് സുഹൃത്തെ, അല്ലോ എന്നോട് അങ്ങനെ സംസാരിച്ച് പഠിക്കരുത്. സോറി സോറി. അല്ല അല്ല ഞാൻ പറയട്ടെ, ഞാനൊരു NRI. അല്ല NRI അത് എന്തോ ആയിക്കോട്ടെ. എന്നോട് നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഇന്ത്യക്കാരനാ. പറ്റില്ല. സോറി 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 സോറി. എന്താ സോറി? എടാ, അദ്ദേഹത്തോട് അങ്ങനെ ഒന്നും സംസാരിക്കരുത്. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. ഈ ഷൂട്ട് ഒന്ന് കഴിഞ്ഞോട്ടെ, ഇവൻ പുറകെ വരുമ്പോ നല്ല ഇടി കൊടുത്തിട്ട് നമുക്ക് ഓടിക്കാം. കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. അതെ, എനിക്ക് 5 മിനിറ്റ് എനിക്ക് ഇപ്പൊ സംസാരിക്കാനുള്ളത് പിഷാരടി. കാരണം എന്ത് കാര്യത്തെ കുറിച്ചും വളരെ ആധികാരികമായി സംസാരിക്കുന്ന ഒരാളാണ് പിഷാരടി. അതുകൊണ്ടേ ഒരു സംശയം എനിക്ക് ചോദിക്കാനുണ്ട്. ഇങ്ങനെ ആളുകളെ കയ്യിലെടുക്കുന്നത് എനിക്ക് മനസ്സിലായി. അതെ, എനിക്ക് ചോദിക്കാനൊരു ചോദ്യം എന്ന് പറഞ്ഞില്ല. ഈ സ്ത്രീകളെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. അതിൽ വല്ല സത്യമുണ്ടോ? ഉണ്ടോ? ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടല്ലോ. മനസ്സിലായില്ല. ഇവിടെ ഒരു സ്ത്രീ നിന്നിട്ട് ആ ചോദ്യം ഒരു പുരുഷനായ എന്നോട് ചോദിച്ചത് എന്നോട് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പൊ പുരുഷന്മാരല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഗൾഫിൽ എവിടെയാന്ന് പറഞ്ഞേ? ഞാൻ ഗൾഫില് ഗൾഫിൽ എവിടെ? ഗൾഫിലാണേ. ഈ കൊച്ചിന്റെ അച്ഛൻ സൗദിയിലാണ്. നിങ്ങൾ സൗദിയിൽ ദമാം റിയാദ്
ഞാൻ സൗദിയിലല്ല. അപ്പൊ ഞാൻ സൗദിയിലല്ല. അപ്പൊ സൗദിയിലല്ല. അപ്പൊ സൗദിയിലല്ല. ആണല്ലേ? ഗൾഫില് എന്താ ജോലി എന്തായിരുന്നു നിങ്ങളുടെ? ഗൾഫിൽ എന്തായിരിക്കണം? എല്ലാ പണിയും ചെയ്യും. 4 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ, അതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കും അവിടെ. നിങ്ങൾ അതിന്റെയൊക്കെ സൂപ്പർവൈസർ ആയിട്ട് അവിടെ ഇങ്ങനെ നോക്കി നടക്കും. അതിന്റെ പുറത്തുനിന്നൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വെയിലും കൊണ്ട് അവിടെ അത്രയായിട്ട് നിൽക്കുന്ന പരിപാടികളാണ് അല്ലേ? കണ്ണാട അങ്ങനെ കിട്ടിയതായി കണ്ണാട വഴി കിടന്നിട്ട് കാണാം. വഴി കിടന്നുള്ള ഒരാളെ എനിക്ക് സഹതാപം തോന്നിട്ട് എന്താ കണ്ണു വെറുതെ അടിച്ചു പോകണ്ട. സൂര്യൻ നല്ലതാണ് അതിന്റെ അല്ലെ? അവിടെ ശരിയാക്കട്ടോ. നമ്മൾ ഈ പയ്യനൊന്ന് വെരി സീനിയർ. ഭൂമിയിൽ ആനവർഗം രൂപം കൊണ്ടിട്ട് 5-6 കോടി വർഷമേ ആയിട്ടുള്ളൂ. എന്നാൽ ഉറുമ്പിന്റെ ഒരു വർഗം രൂപം കൊണ്ടിട്ട് 14-15 കോടി വർഷമായി. അപ്പോൾ ഭൂമിയിൽ ആദ്യം ഉണ്ടായത് 100% ഉറുമ്പാണ്. ഹലോ, എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ. നിങ്ങൾ ഈ ഉറുമ്പിന്റെ ആനയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. എന്റെ 5 മിനിറ്റിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമായി? എടാ അതിപ്പോ അവര് തീരുമാനമാക്കുമെന്ന്. തീരുമാനമാക്കേണ്ടതേ. അല്ല സുഹൃത്തെ, തീരാൻ പോവാണ്. ഒരൊറ്റ റൗണ്ട് ചെകുത്താനും കടലും. ആ കുട്ടികൾ ആക്ടിവിറ്റിയും ഇതും കൂടെ പറയുന്നത്. അതോടെ നിങ്ങളുടെ 5 മിനിറ്റ് ഇവിടെ റെഡിയാക്കി തരാം. റൗണ്ടിന്റെ പേരെന്താ പറഞ്ഞേ? ചെകുത്താനും കടലും. ഞാനിപ്പോ ചെകുത്താനും കടലും നടക്കാൻ നിൽക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, ഇനി നിങ്ങളുടെ 5 മിനിറ്റും വേണ്ട, 1 മിനിറ്റ് പോലും. എന്താ മറവി രവി ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് 5 മിനിറ്റ് ഇപ്പൊ തരാം. പിഷാരടി, എനിക്ക് പിഷാരടി 5 മിനിറ്റ് വേണ്ട. ഞാൻ അവിടെ ഇരുന്ന് ഈ പരിപാടി മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിന്റെ വാനമ്പാടിയെ പിഷാരടിയോട് എന്തൊക്കെ തർക്കങ്ങളായി. വാനമ്പാടി ഞാനും. വാനമ്പാടി കേസ് ചിത്രയാ. കേസ് ചിത്രയോ? കേസ് ചിത്ര വാനമ്പാടിക്ക് വാനമ്പാടി. ഈ കുട്ടിയോ കേരളത്തിന്റെ വായാടി. എനിക്ക് വേണ്ട. പിഷാരടിയെ പോലെ ഇത്രയ്ക്ക് സൗന്ദര്യവും ആരോഗ്യ ദൃഢഗാത്രനുമായ ഒരാളോട് ഇതുപോലെ തല്ലുപിടിക്കുന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഒരു ശുദ്ധഗതിക്കാരനായ ഞാൻ എങ്ങനെ കൊണ്ടു നടക്കും പിഷാരടി? എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. എപ്പോഴെപ്പോഴും വായടിക്കില്ല. അത്ര വായടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിദേശ രാജ്യങ്ങളൊക്കെ പോകുമ്പോ അഭിമാനത്തോടെ കൊണ്ടുപോകാൻ പറ്റിയ കുട്ടിയല്ലേ? പ്ലീസ് ലിസൺ മീ. എനിക്ക് വിദേശ രാജ്യങ്ങളായ ചെന്നൈ, മുംബൈ, ശിവകാശി, തിരുനെൽവേലി ഇവിടെ എല്ലാം പോകാനുള്ളതാ. അവിടെയൊക്കെ ഞാൻ ചെന്ന് സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. എന്റെ കൂടെ ഇംഗ്ലീഷിൽ കുട്ടി സംസാരിക്കുമ്പോ പിഷാരടി ശ്രദ്ധിച്ചോ, ഇംഗ്ലീഷ് ഫ്ലൂറസന്റ് അല്ല. എന്താണെങ്കിലും അത് അല്ലല്ലോ. പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല. എനിക്ക് വേണ്ട പിഷാരടി, എനിക്ക് വേണ്ട. അയ്യടാ, ഇത് പറയുന്ന കേട്ടതൊന്നും ഞാൻ ചേട്ടനോട് എന്നെ അങ്ങ് കെട്ടിക്കോ കെട്ടിക്കോ എന്ന് പറഞ്ഞങ്ങ് പുറകെ നടക്കുവാന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നേ വരെ ലോകത്ത് ഒരു പെണ്ണും ഒരു ചെറുക്കന്റെ വീട്ടിൽ ചെന്നിട്ട് എന്നെ കെട്ടിക്കോ എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ ചെറുക്കന്മാരും ഇങ്ങോട്ട് വന്ന് നമ്മളെ കെട്ടിക്കൊണ്ട് പോവാണ് ചെയ്യാറുള്ളത്. അല്ല പിഷാരടി, അത് നന്ദിനി പറഞ്ഞതിൽ ഒരു പ്രത്യേക കാര്യമുണ്ട്. നമ്മൾ എന്താണങ്ങൾ ഇങ്ങനെ എല്ലാ പെണ്ണുങ്ങളുടെയും വീട്ടിൽ പോയി നമ്മൾ കല്യാണം കഴിക്കുന്നു. എന്താ പെണ്ണുങ്ങളൊന്നും നമ്മളെ കല്യാണം കഴിക്കാത്തത്? ഞാൻ ചെറിയ കാര്യം ചോദിച്ചോട്ടെ. ഒരു ട്രെയിനും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ ഇടിക്കുന്നില്ലല്ലോ. നമ്മളായിട്ട് റെയിൽവേ പാളത്തിൽ ചെന്ന് കിടക്കോ ട്രെയിനിൽ കയറുകയോ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് നന്ദിനിയെ വേണ്ട വേണ്ട. ഞാൻ എന്താ കാര്യം എന്താ? ഓഡിയൻസിലിരിക്കുന്ന 3-4 ചേച്ചിമാരുടെ മെയിനായിട്ട് ഞാൻ ഈ സമയം പിഷാരടി, ഇപ്പൊ തീവണ്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ചോദിക്കാണ്. ദീർഘയാത്രകളൊക്കെ തീവണ്ടിയിൽ തന്നെയല്ലേ? അതെ അതെ. അപ്പൊ ഈ തീവണ്ടി സ്റ്റേഷനിൽ ഈ വണ്ടി വരുമ്പോ അനൗൺസ്മെന്റ് ഉണ്ടാവാറുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ പോകുന്ന മംഗലാപുരം എക്സ്പ്രസ് ഗാഡി നമ്പർ ആകെയാന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടല്ലേ? ആ കുട്ടിയുടെ മെയിൽ ഐ ഡി ഒന്ന് സംഘടിപ്പിക്കാൻ പറ്റും? റെയിൽവേ സ്റ്റേഷൻ ചായ അടിക്കുന്ന ബാബുന്റെ കയ്യിലുണ്ട്. ചെന്നാ മതി. അതെ രഘു സാറേ മൊത്തം ഒന്ന് ചെക്ക് ചെയ്തേക്കാം. രഘു സാറേ അതെ രഘു സാറും മറ്റേ സാറും ഇവിടെ 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 ഇങ്ങോട്ട്. ആരാ നിങ്ങളൊക്കെ? വയറ് കണ്ടിട്ട് മനസ്സിലായില്ലേ? വയറ് കണ്ടിട്ട് നല്ല തീറ്റയെന്ന് മനസ്സിലായി. വേറൊന്നും മനസ്സിലാകുന്നില്ല. ഈ വയറല്ല, ഈ വയറ്. സാറിന്റെ വയറിനെ കുറ്റം പറയുന്നത്. ഈ വയറുള്ളത് കൊണ്ടാ ട്രാൻസ്ഫോമറിന്റെ മേളിൽ കയറി ഞാൻ ഫ്യൂസ് കുത്തിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ? ട്രാൻസ്ഫോമറിന്റെ അടുത്ത് പോയി സാറിങ്ങനെ വയറ് തള്ളി നിൽക്കും. ആ വയറിലോട്ട് ഞാൻ ചാടി കയറും, ഫ്യൂസ് കുത്തും. KCB-യുടെ ആൾക്കാരാ? അയ്യോ, ഞങ്ങള് KCB-യിലോട്ട് വിളിച്ച് പരാതി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പരാതി പറഞ്ഞിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് പരാതിയുണ്ട്. രഘു സാറേ, നമ്മളത് മൊത്തം നോക്കണം. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാറേന്ന് വിളിക്കുന്നുണ്ടല്ലോ. ശരിക്കും ആരാ സാറ്? ശരിക്കും സാറ് ഓഫീസിലിരിക്കുക. ഞങ്ങൾ കൊതി കൊണ്ട് സാറേ വിളിക്കുന്നത്. ഈ വൈദ്യുതി അമൂല്യമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയൊരു വൈദ്യുതി ക്ഷാമത്തിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഹോം മിനിസ്റ്റർ ആണ്. ഹോം മിനിസ്റ്റർ അല്ല, അത് കറണ്ട് മന്ത്രിയല്ലേ? വൈദ്യുതി മന്ത്രി ആഭ്യന്തരം കൈകാര്യം ചെയ്ത. ഞാൻ അതല്ല ഉദ്ദേശിച്ചു മിസ്റ്റർ പിഷാരടി. ഈ ഹോം മിനിസ്റ്റർ എന്ന ഈ പരിപാടിയാണ് കേരളത്തിൽ നിന്ന് കറണ്ടിന് ഏറ്റവും വലിയ ക്ഷാമം ഉണ്ടാക്കുന്നത്. അതിനൊക്കെ കൈയടിക്കല്ലേ, നമ്മളെ കുറ്റം പറഞ്ഞോണ്ടിരിക്കല്ലേ. ഇത് എങ്ങനെ ഹോം മിനിസ്റ്റർ എങ്ങനെ 100ന്റെ ബൾബേ തീരാനുള്ള പണിയായത്. ഇത് മൊത്തം കത്തിച്ചു വെച്ചിരിക്കുന്ന ആരായത്? പിഷാരടി തന്നെ ഒന്ന് കണക്കെടുത്തു. എത്ര ലൈറ്റുകൾ അവിടെ
ഇട്ടിരിക്കുന്നത് പിഷാരടി. സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇതുപോലൊരു പരിപാടിക്ക് ഇത്രയധികം ലൈറ്റ് വേണോ? ചേട്ടാ ഇത്രയും ലൈറ്റുകൾ ഇട്ടെങ്കിൽ മാത്രമേ ഇതിന്റേതായ ഒരു പരിപാടിക്ക് ഒരു ഗുമ്മൊക്കെ വേണ്ട. വെറുതെ ഞാൻ പറഞ്ഞല്ലോ 100 വാട്ട് ബൾബേ തരാനുള്ള കേസേ ഉള്ളൂ. അങ്ങനെയല്ല, ഇത്ര ലൈറ്റ് ഉണ്ടല്ലേ പരിപാടി നന്നാവുള്ളൂ. പരിപാടി നന്നാവണം, പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ കാര്യം നോക്കണേ. ഇപ്പൊ ഉദാഹരണം, കുട്ടിയുടെ പേരെന്താ? നന്ദിനി. നന്ദിനിയുടെ കയ്യിൽ ഒരു റാന്തൽ കൊടുക്കാം. അതെ, പറയാനുള്ള കാര്യങ്ങൾ റാന്തല്ലായാലും പറയാലോ. പിഷാരന്റെ കയ്യിൽ നല്ലൊരു മെഴുതിരി എത്തി പിഷാരതി ഇങ്ങനെ നിന്നാൽ ഒരു പള്ളിയിൽ അച്ഛന്റെ നൈർമല്യം കൂടി പരിപാടിക്ക് കിട്ടും. അപ്പൊ വൈദ്യുതി ലാഭിക്കുകയും ചെയ്യാം. പറയാനുള്ള കാര്യം പറഞ്ഞു. പിന്നെ അവര് 4 പേര്, അതൊക്കെ 4 പേരല്ലേ, അവരൊരു മൊബൈലിന്റെ ടോർച്ചുകൾ മൊത്തം അടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചാൽ പോരെ. അങ്ങനെ പരിപാടി ചേട്ടാ. ഇവിടുത്തെ കറണ്ടിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാം. ഇവിടെ കറണ്ടിന്റെ കാര്യം നോക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങള്. നിങ്ങളിവിടെ ഉപയോഗിച്ച കറണ്ടിന്റെ കാശ് KSEBിൽ അടയ്ക്കാത്തതിന്റെ ഫീസ് ഊരാൻ വന്ന ആൾക്കാരെ. ഞങ്ങളുടെ കേസ് വരാം. എന്റെ അറിവിൽ നമ്മൾ ഇവിടുത്തെ പരിപാടി കൃത്യമായിട്ട് നിയമപരമായിട്ട് നടത്തുന്നത്. ഇവിടെ ഒരു വൈദ്യുതി തട്ടിപ്പ് നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. കൃത്യമായിട്ട് ഞങ്ങൾ കറണ്ട് ചാർജ് ഒക്കെ അടയ്ക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മാറിപ്പോയതായിരിക്കും. അല്ല, നിങ്ങൾ കൃത്യമായിട്ട് വൈദ്യുതി ചാർജ് അടയ്ക്കും. ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ മാറിപ്പോയതായിരിക്കും. 62 കൺസ്യൂമർ നമ്പർ ഒന്നും എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ പോയി ഒരു കാര്യം ചെയ്യും. പരിപാടിക്ക് ഞങ്ങൾ ഇപ്പൊ തടസ്സം തരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് ചോദിച്ചിട്ട് എത്രയും പെട്ടെന്ന് KSEBിൽ ഒന്ന് കാശ് സാറേ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് വീണ്ടും വരും. സാറേ ഞങ്ങളെ വേണ്ട രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ, ഞങ്ങൾ KSEBിക്കാരാ, ഞങ്ങളെ വേണ്ട രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ നാട്ടുകാർ കാണും. അല്ലെങ്കിൽ മൊത്തം ഇരുട്ടായിരിക്കും ഇവിടെ. മനസ്സിലായോ? ഓക്കെ എന്നാ സാറേ പോയാ. ഫ്ലോ ഹണി, മേളം മസാല ആൻഡ് KP നമ്പൂതിരീസ്. അല്ലെ, അതെ ഒരു കാര്യമുണ്ട്. അതെ, നിങ്ങൾ വലിയ പരിപാടിയൊക്കെ നടത്തുന്ന ആളുകളായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് മേലുദ്യോഗസ്ഥന്മാർ പറയുന്നത് കേൾക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ ശരിയാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ KSEB ചെന്നു. KSEB ചെന്നപ്പോ ആ പുസ്തകം ഈ ഓഫീസിലാണെന്ന് അറിയാൻ വേണ്ടിട്ട് അവർ തിരുവനന്തപുരത്ത് പോയി നോക്കിയേക്കാം. ഇപ്പൊ പറഞ്ഞു സ്ഥിതിക്ക് എന്താ വെച്ചാൽ ഇവിടെ കറണ്ട് ഓഫ് ചെയ്യണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാർ പറയുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കറണ്ട് ഓഫ് ചെയ്താൽ പറ്റും. ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ബ്രേക്കിന് പോവാണ്. ടോളിൻസ് ടയർ ഹോം മിനിസ്റ്റർ പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ഒരു ബ്രേക്ക്. Welcome back to Tollins Chai Home Minister powered by Lakshmi Jewelry. ഞങ്ങളെ പറഞ്ഞു കൊടുക്കും. അതെ, നിങ്ങള് ഇവിടുന്ന് പോയില്ലായിരുന്നോ? ഇല്ല, ഞങ്ങൾ പോയില്ല. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ലൈറ്റ് തന്നെ ഓൺ ചെയ്ത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പോയില്ല. പരിപാടി ലൈറ്റ് ഓൺ ചെയ്യാണ്ട് പരിപാടി നടക്കത്തില്ല. അല്ല, ലൈറ്റ് നിങ്ങൾ ഓൺ ചെയ്തോ. നിങ്ങൾക്ക് ലൈറ്റ് എന്തോരം ലൈറ്റ്, പക്ഷെ നിങ്ങൾ കറണ്ട് ബില്ല് അടയ്ക്കണം. ഇതെന്നെ മുൾക്കിരീടോ? മുൾക്കിരീട് അല്ലാതെ ഇതിനെയാണ് കേരളം വച്ചോണ്ടിരിക്കുക. അല്ല ചേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, ഇതും ഇവിടെ ഞങ്ങൾ അങ്ങനെ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇതിന്റെ ഉത്തരവാദിത്തം അമൃത TVക്കാണ്, ഫ്രൈഡേ ഫിലിംസിനാണ്. ഞങ്ങൾ വെറും അവതാരകരാണ്. ആരുടെ ഉത്തരവാദിത്വം പറഞ്ഞാലും കറണ്ട് ഓഫ് ചെയ്തേ പറ്റൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥർ പറഞ്ഞു കേൾക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾക്ക് കറണ്ട് ബില്ല് അടയ്ക്കാൻ 2 വഴിയുണ്ടല്ലോ. എനിക്കറിയാം. അതൊന്നും അവിടെ ചെന്ന് അടയ്ക്കാം, മറ്റേത് ഓൺലൈനിൽ അടയ്ക്കാം. അത് സർക്കാരിന്റെ വഴി. ഞങ്ങൾക്ക് 2 വഴി വേറെ ഉണ്ട്. അതേതാ? നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് കറണ്ട് ഓഫീസിൽ ചെന്ന് കറണ്ട് ബില്ല് അടയ്ക്കാം. അതല്ലെങ്കിൽ ഈ വഴി ചുളിവിൽ അടയ്ക്കാം. അത് വേറൊരു കാര്യം, അവിടെ അടക്കണം. ഇവിടെ അടക്കണമെങ്കിലേ 8 മണിക്ക് മുമ്പേ അടയ്ക്കണം. 9 മണിക്ക് അടക്കി. ഞാൻ ഇതിന്റെ വേണ്ടപ്പെട്ട ഒരു രൂപയായിട്ടൊന്ന് സംസാരിച്ചിട്ട് അതിന്റെ കൃത്യമായിട്ട് ഇടപാട് വരുമ്പോ ഞാൻ കൊണ്ടുവന്ന് കാശങ്ങ് ഏൽപ്പിച്ചോളാം. ഇല്ല, അതുവരെ ഓണായി കിടന്നോട്ടെ. ചേട്ടൻ ഒന്ന് ആലോചിക്കും. സാറേ, ഞങ്ങൾ വേണ്ട രീതിക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ ഇപ്പൊ ഇത് പരിപാടി ചെയ്യാൻ അനുവദിക്കണം. നിങ്ങൾ പരസ്പരം സാറേന്ന് വിളിക്കുന്നവരല്ലേ? സാറേ 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 എല്ലാരും കൂടെ ഒന്ന് സാറേന്ന് വിളിക്കുന്നത് പ്ലീസ്. സാറേ, എത്രയും പേര് സാറേ സാറേന്ന് വിളിക്കുന്നത്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പറയൂ. നിങ്ങൾ പുറത്തു പോയി വെയിറ്റ് ചെയ്യും, ഞങ്ങൾ വിളിക്കാം. സാറേ പോകാം. ഓക്കെ സാറേ. സാറേ ഓക്കെ സാറേ. ഓക്കെ സാറേ. ഓക്കെ സാറേ, കുഴപ്പമൊന്നുമില്ല കേട്ടോ സാറേ. അറിയിച്ചേക്കാം കേട്ടോ. പിടിക്കാൻ വേണ്ടി മാത്രമാണ് അതിന്റെ കാലുകൾ. അത് മാത്രമല്ല, തുമ്പിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ബട്ടർഫ്ലൈ ആയിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, ഈച്ച ആയിക്കോട്ടെ, എല്ലാ ജീവിക്കും പറന്നു കഴിഞ്ഞാൽ ഈ ചിറക് തിരിച്ച് ബാക്കിലേക്ക് ഇങ്ങനെ മടക്കി വെക്കാനായിട്ട് പറ്റും. പക്ഷെ തുമ്പിക്ക് മാത്രം പറന്നു കഴിഞ്ഞാലും വിമാനത്തിന്റെ ചിറക് ഇരിക്കുന്ന പോലെ എപ്പോഴും ഇത് 2 സൈഡിലോട്ടും ഇങ്ങനെ വെക്കുന്ന സിസ്റ്റം മാത്രമേ ഈ തുമ്പിക്കുള്ളൂ. അപ്പൊ തുമ്പിയാണ് നമ്മുടെ ഈ മത്സരത്തിലെ ചോദ്യത്തിന്റെ ഉത്തരം. തുമ്പി വാ തുമ്പ
ഹലോ സാർ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. ഇല്ല അതെ 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 ഒരു സെക്കൻഡ് നന്ദി ഇങ്ങോട്ട് മാറിയതോ ഞാൻ ഇവരുടെ ചെറിയൊരു ഡീലിങ്സ് നടത്തണം വലിയ കാലങ്ങളായി ഇവരോട് കളിക്കാൻ. പിഷാരടി ഒരു കാര്യം പറയട്ടെ, നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. തട്ടുകടയിൽ CF എല്ലാം വിട്ട് അവന്റെ ഫീസ് വരെ ഉയവരാ ഞങ്ങള്. അതെ അതെനിക്കറിയാം നിങ്ങൾ പാവപ്പെട്ടവരെ വെറുതെ വിടില്ല എന്നുള്ളത്. അല്ല നിങ്ങൾക്ക് ഞാനും നിങ്ങളെ കാണണം എന്നോർത്തിരിക്കുകയായിരുന്നു. പിന്നല്ലേ ഒരു സംഭവം തരാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. എനിക്ക് തരണം സെപ്പറേറ്റ്. സെപ്പറേറ്റ് എനിക്ക് തരണം. സെപ്പറേറ്റ് ആയിട്ട് രണ്ടുപേർക്കും തരണം. ഈ വഴിക്കാണ് പോകുന്നത്, പുള്ളി ആ വഴിക്കാണ്. സെപ്പറേറ്റ് ആയിട്ട് തരണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഞങ്ങൾ ഇത്രയും കറണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ കറണ്ട് നിങ്ങളുടെ അല്ല, 2 ജനറേറ്ററിന് ഡീസൽ അടിച്ചിട്ട് ജനറേറ്ററിന്റെ ഡീസൽ കറണ്ടാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. പിഷാരുടെ പരിപാടി ഞാൻ ഡെയിലി കാണാറുണ്ട്. പിഷാരുടെ ഫാനാണ് ഞാൻ. ഓക്കെ, ബാക്കിയോട് അവന് കൊടുത്തേരെ. ഓക്കെ. അടിച്ചതാരുടെ തന്നെ ആണ്ടവനോ സേഠിയോ? അല്ല ഞാനാ. നീ പകപോക്കിയായിരുന്നല്ലേ? മിമിക്രിക്കാരനാണ്. NF അടിപൊളിയായിട്ടുണ്ട്. എന്നെ ഫോറിക്സ് അടിപൊളിയായതല്ല, നിന്റെ അടി കൊണ്ട് എന്റെ തൊണ്ടക്കരണം പൊട്ടിപ്പോയതാ. വേണ്ട, കറണ്ട് കാശ് വേണ്ട. സാറേ 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 അല്ല ചേട്ടാ, എന്ത് നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല, കുട്ടി പേടിക്കേണ്ട കാര്യമില്ല. ഹരിദാസൻ സാർ ആരാന്ന് മനസ്സിലായോ? SI ആണ്. ആള് നിരവധി ആരാന്ന് വെച്ചാൽ നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ മതി. ആരാണെങ്കിലും കറക്റ്റ് കാര്യങ്ങൾ കേരള പോലീസ് എക്സ്ക്യൂസ് മീ അവിടെ മാറിക്കൂ. മോള് പേടിക്കേണ്ട കാര്യമില്ല. ഈ ഹൈദരാബാദ് എല്ലാ കാര്യം ക്ലിയർ ചെയ്യും. മോള് പറഞ്ഞാൽ മതി, നോക്കിട്ട് പറഞ്ഞാൽ മതി. പറയും. കുട്ടി മാറി. സുബീൻ എവിടെയാണ് വീട്? ട്രിവാൻഡ്രം. നീ അപ്പ ഈ ബൈക്കിന് നടന്ന് ഹെൽമെറ്റ് വെച്ച് പെണ്ണുങ്ങളുടെ മാല പൊട്ടിക്കാൻ നിന്റെ പരിപാടി അല്ലേ? എന്നിട്ട് ഇതുപോലത്തുള്ള പരിപാടികളിൽ വന്നിരിക്കുക. അല്ല ഞാൻ ഇത് തൽക്കാലം ഇവിടെ നിങ്ങളുടെ വാറണ്ട് ഉണ്ടോ? വാറണ്ട് ഉണ്ടോ? വാറണ്ടെന്തിനാ ഇതൊക്കെ ചോദിക്കാം? ഹലോ സാർ പ്ലീസ് ഒരു കാര്യം, ഈ സംഗതി എനിക്ക് മനസ്സിലായി. എന്ത് സംഭവം എന്താണ്? ഞാൻ പറഞ്ഞുതരാം. ഈ കുട്ടി അമ്പലത്തിലേക്ക് പോവായിരുന്നു. ഈ അമ്പലത്തിലേക്ക് പോകുമ്പോ ഈ കുട്ടിയുടെ കഴുത്തിൽ കിടന്ന മാല ഹെൽമെറ്റ് വെച്ച് ബൈക്കിൽ വന്ന് ഇവൻ കട്ടോണ്ട് പോയി. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാവും? പൊന്നിന്റെ ഒരു താലി ഉണ്ടായിരുന്നു. മാല പൊന്നല്ലായിരുന്നോ? അതും പൊന്നായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് താലി എന്ന് പറയുന്നത് ഞങ്ങളിപ്പോ നിങ്ങൾ ബൈക്ക് ഓടിക്കാൻ അറിയാവുന്ന ആളാണോ? അപ്പൊ പിന്നെ ഇയാളാണ് ഇപ്പൊ ഹെൽമെറ്റ് വെച്ച് വന്ന സ്ഥിതിക്ക് ചേച്ചിക്ക് പുള്ളിക്കാരൻ തന്നെയാന്ന് വല്ല ഉറപ്പുണ്ടോ? പിഷാരടി നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. ഈ പ്രതികളെ എങ്ങനെ ചോദ്യം ചെയ്യുന്നുള്ള കാര്യം ഞങ്ങൾ പോലീസുകാർക്ക് അറിയാം. നിങ്ങൾ പ്രോഗ്രാം അവതരിപ്പിച്ചാൽ മതി, മനസ്സിലായോ? സുബിൻ അവിടെ ചെന്നില്ല. ഒരു കാര്യം, സുബിൻ അവിടെ വന്നു. അതായത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പുള്ളിയോട് 4-5 ചോദ്യങ്ങൾ വേറെ ചോദിക്കാനായിട്ടുണ്ട്. ഇപ്പൊ ഈ പരിപാടിക്ക് വന്ന പിഷാരടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പുള്ളി ഉത്തരം പറഞ്ഞ പുള്ളിക്ക് സമ്മാനം കിട്ടും. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പുള്ളിക്ക് ഒന്നും കിട്ടില്ല. പക്ഷേ ഹരിദാസൻ സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അങ്ങനത്തെ ഏർപ്പാടുകൾ ഞങ്ങൾ പോലീസുകാരുണ്ട്. പിഷാരടി നല്ലതാണ്. അപ്പൊ അവന്റെ ഈ പരിപാടി തൽക്കാലം ഒരു കാര്യം സാർ, ഞാനതാ പറഞ്ഞത്, നമ്മളൊരു പരിപാടി തുടങ്ങി ഷൂട്ടിംഗ് ആണ്, ഇത്രയും ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ കേസ് ഈ കൊച്ചിന് തെറ്റിപ്പോയതാണെങ്കിൽ നല്ല മണിക്കാത്ത ഒരുപാട് യുവജനോത്സവത്തിന് പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു മാഷാണ് പുള്ളി, ഒരു കവിയാണ്. നിങ്ങൾ FIR എഴുതുന്ന സമയത്ത് തന്നെത്താൻ കവിത എഴുതി പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ പുള്ളി ഒന്ന് മത്സരിച്ചോട്ടെ, മത്സരം കഴിയുന്ന പുള്ളിയെ ഞാൻ നേരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാം. പിഷാരിനെ എനിക്ക് വിശ്വാസമാണ്. ആ കേസിൽ മാത്രം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാം. സാർ വെയിറ്റ് ചെയ്യാം. നമുക്ക് വേണ്ട ചെയ്യാം. ആ മാലയൊക്കെ എടുത്ത് അകത്തിടുന്ന നന്ദിനി. ഇത് മാലയല്ലല്ലോ, ഇത് തിരുവാഭരണമല്ലേ? നമ്മള് എത്രയോ എപ്പിസോഡുകൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ പോലീസ് വരേണ്ടി വന്നത്, അതും ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടിട്ട്. സുബിന് എന്താ ഇതൊക്കെ മോശമല്ലേ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സുബിൻ എന്താണ് അവര് വന്നപ്പോ ഭയങ്കര ഭവ്യതയോട് കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. ഹെഡ് മാസ്റ്റർ ഹോംവർക്ക് ചെയ്യാത്ത പിള്ളേരെ ചെവിക്ക് പിടിക്കാൻ വിളിക്കുമ്പോൾ നിൽക്കണല്ലോ. ശരിയാണ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. PSC വളരെ ശ്രദ്ധയോടെ നമുക്ക് ഇത് ചെയ്യണം, ഉത്തരങ്ങൾ പറയണം കേട്ടോ. ഇത് തമാശല്ല, എന്നാ സീരിയസ് ആണോ അതുമല്ല. പിന്നെ എന്താണിത്? മലയാളി സംവിധാനം ചെയ്തിട്ടുള്ളത്
വിൻസെന്റ് മാഷ് ഉണ്ടായിരുന്നു അതിന്റെ പിന്നണി പ്രവർത്തനങ്ങളിൽ. അതുപോലെ കൊച്ചിനെ മാലയുള്ളൂ സാറേ. ഞാൻ പറഞ്ഞു എക്സ്ക്യൂസ് മീ, ഒരു തെറ്റ് പറ്റിപ്പോയി. നിങ്ങളെ പോലീസിലെടുത്തതാണോ? അതല്ല അത് സാറ് പറഞ്ഞോളൂ സാർ. ഞങ്ങൾ നേരത്തെ ഈ കുട്ടി പറഞ്ഞു, ഈ സുബീൻ എന്ന് പറയുന്ന പയ്യനെ ഞങ്ങൾ വന്നിട്ട് വെറുതെ തെറ്റിദ്ധാരണയുടെ പേരിൽ കുറെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയില്ല. കുട്ടി ഇപ്പം മുഖം കണ്ടിട്ടാണല്ലോ പറഞ്ഞത്. കുട്ടി പറഞ്ഞു ഒരു ചെറിയൊരു വ്യത്യാസം, ആള് മാറിപ്പോയി. ആള് മാറിപ്പോയി. നിങ്ങൾ തന്നെ സോറി പറഞ്ഞു പറയാനാ. സോറി കേട്ടോ, ഞാൻ ഇങ്ങനെ പിടിച്ചായിരുന്നു. അത് സോറി കേട്ടോ. അങ്ങനെയില്ല, ഞങ്ങൾ പോലീസുകാരെ അങ്ങനെ ശരിക്കും സോറി പറഞ്ഞുള്ള ഒരു പരിചയം ഞങ്ങൾക്കില്ല. കുഴപ്പമില്ല, ഞങ്ങൾ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വീഴ്ച ഉണ്ടെങ്കിലേ ഇവനെ സാർ എന്റെ മാല പൊട്ടിച്ചേ, ഇവനെ മാല പൊട്ടിച്ചേ, മാലതാടാ ഇവൻ തന്നെ ഈ കട്ട മീശ. അത് ശരി, നീ അപ്പോ നീ കണ്ട പെണ്ണുങ്ങളുടെ മാല പറിച്ചുകൊണ്ട് നീ ചാനലിൽ ഒന്ന് പരിപാടി അവതരിപ്പിക്കാൻ വന്നേക്കണല്ലേ? ഒരു സെക്കൻഡ്. ഇവനാണ് ഇനി ഒരു അബദ്ധം പറ്റരുത്. ഇവനാണ് എങ്ങനെ മനസ്സിലായത്? ഇവന് കട്ട മീശ ഉണ്ടായിരുന്നു സാർ. സാറേ, ഇവൻ കട്ട മീശയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇതിന്റെ ഒറിജിനൽ മീശ, അതിന്റെ ചെറിയ മീശയാ. എന്റെ പിഷാരടി കട്ട മീശ എന്ന് പറഞ്ഞ 93 സൂക്ഷിച്ചു നോക്കിയോ, കട്ട മീശ വിറ്റുണ്ടാവുന്നേ. ആളുടെ മീശ എങ്ങനെ കണ്ടു? ഹെൽമെറ്റിന്റെ ഇടയിൽ കൂടെ കണ്ടു. ഇത്ര വലിയ മീശ ഉള്ളിൽ അതെ സാർ, അത് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പറയാണ്. നമ്മുടെ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഷോ കഴിഞ്ഞ് നിങ്ങളുടെ പാടാണ്. നീ നല്ലവനാണ്. ഓക്കെ ശരി. ചേച്ചി കരണ്ട, ചേച്ചി കരണ്ട. ചേച്ചി കരണാണ് ചിരി വരും, അതുകൊണ്ടാ. തൽക്കാലത്തേക്ക് എന്റെ ജാമ്യത്തിൽ അവിടെ നിന്ന് മത്സരിക്കുക. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അനുഭവിക്കുക. ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ പോയാൽ എന്ത് സംഭവിക്കും അറിയാമല്ലോ. റിമാൻഡിലാവും, 8 മണിക്കൂറാവും. നിങ്ങളുടെ മൊത്തത്ത് പോലീസുകാരെല്ലാം കൂടെ നടത്തുന്ന റൗണ്ടിന്റെ പേരാണ് മാലപ്പടക്കം. പുള്ളിക്കാരനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇത് തീർക്കാം. അതെ, നമുക്ക് തീർക്കുകയും ചെയ്യണം. പോലീസുകാർ ചോദിക്കുന്നത് പോലെ ശറബ്രോ എന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തത്ത പറയുന്ന പോലെ ഉത്തരം പറയണം. അല്ലെങ്കിൽ പോലീസുകാർ കൊണ്ടിട്ട് ഇടിച്ചിട്ട് എരുമ കരയുന്ന പോലെ കരയേണ്ടി വരും. കൃത്യമായിട്ട് ഉത്തരം പറയുക കേട്ടോ. ചോദ്യം ആരോട് ചോദിക്കണം ആദ്യം? നമുക്ക് 95% മേടിച്ചിട്ട് പെൺകുട്ടിയോട് നിൽക്കുക. ആണുങ്ങൾ എന്തിനാ ഉപദ്രവിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുള്ളൂ. വിവാഹ രജിസ്ട്രേഷൻ 45 ദിവസത്തിനകം നടത്തണം എന്നാണ് നിയമം. ഇന്ത്യയിലെ 2ാമത്തെ ടെക്നോ പാർക്ക് ആണ് തിരുവനന്തപുരത്ത്. തെറ്റ്. DTHന്റെ പൂർണ്ണ രൂപമാണ്. മാല കിട്ടിയോ? ആ കുട്ടിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. കാരണം ഹെൽമെറ്റ് വെച്ചത് കൊണ്ടും വണ്ടി ഓടിച്ചത് കൊണ്ടും അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് ആളെ മനസ്സിലായില്ല. അപ്പോ ഈ കിരൺ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ റാഷായിട്ട് പെരുമാറി കുനിച്ചിർത്തി ഇടിക്കാൻ പോയി. സോറി പറഞ്ഞോളൂ. പുള്ളി എപ്പോഴാ പുള്ളിക്ക് പുള്ളി ആകെ ടെൻഷനായിരുന്നു ഇത്ര നേരം അവിടെ. പോലീസിന്റെ ഒരു ചെറിയ ഭാഗത്തുനിന്നുള്ള കേരള പോലീസിന്റെ സ്ത്രീ എന്ന് പറഞ്ഞ അമ്മയാണ്. തമിഴ്നാട് പോലീസുകാർക്കൊക്കെ മറ്റേ അത് ഹെൽമെറ്റ് അല്ല, പുള്ളിയുടെ തല അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. സാറല്ലേ എന്റെ മാല മോഷ്ടിച്ചേ? സാർ തന്നെയാ, ഈ കട്ട മീശ തന്നെയാ. സാർ തന്നെയാ എന്റെ മാല മോഷ്ടിച്ചേ. ഞാൻ രാവിലെ മുതൽ മോളുടെ ഈ കേസന്വേഷണത്തിന് രാവിലെ മോളോട് ഒരു കൈക്കൂലി പോലും മേടിക്കാതെ സാറ് കൊച്ചെ അറിയാതെ മാല പൊട്ടിച്ചെന്ന് പറഞ്ഞായിരിക്കും. സാറ് സത്യസന്ധനാന്ന് എനിക്കറിയാം. സാർ കാര്യമില്ല, സമാധാനിക്കരുത്. റസ്കോ ബണ്ണോ ഒക്കെ മേടിച്ചു കൊടുക്കുക അവിടെ കൊണ്ടിട്ട്. മോളെ, ഒരു കോൺസ്റ്റബിളിനെ SI-നൊക്കെ എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്നവരാണ്. വളരെ ജെന്റിൽമാന്മാരാണ്. ഇവരാരും ഇങ്ങനത്തെ ഒരു തെറ്റും ചെയ്യുന്നവരല്ല. വെറുതെ അയാളെ മാലമോഷണ കേസിൽ പ്രതിയാക്കരുത്. ഉള്ള മാലയ്ക്ക് വേണ്ടി നടന്ന ആളല്ലേ. താനല്ലേ എന്റെ മാല മോഷ്ടിച്ചേ? വെറുതെ ഇത്ര നേരം പരിപാടി അവതരിപ്പിച്ചു. ഞാനല്ല പഠിച്ചത്.
ആ ഇതിനെ കൊണ്ടാണ് നിങ്ങൾ കേസ് അന്വേഷിക്കാൻ നടക്കുന്നത്. ഇത് മറ്റേ അങ്കമാലിയിലെ അമ്മാവന്റെ പ്രധാനമന്ത്രി ഇല്ലേ, അതിന്റെ മോളായിട്ട് വരുന്ന സാധനം. അതിനെ എങ്ങോട്ടേലും പിടിച്ചോണ്ട് പോകാം, കൊണ്ടുപോകാൻ വെച്ചതിനെ. അതിനെ കൊണ്ട് പോയത് നന്നായി. അല്ല നിന്നെ നോക്കിട്ട് നീയാ മാല പൊട്ടിച്ചേനെന്ന് പറഞ്ഞേനെ. ചേട്ടാ ചേട്ടനല്ലേ സത്യം പറ. എന്ത്? ആ കഴുത്തിൽ ഞാനൊരു മാല കാണുന്നു. ഇതാ, ഇത് ചെറുപ്പത്തിൽ കിട്ട അരഞ്ഞാണ വയറി ആടിപ്പെടുത്ത് കഴുത്തിലേക്ക് ഇട്ടതാ. ഇനി നമ്മൾ എന്തെല്ലാം കാണാൻ കിടക്കുന്നു, ഒരു റൗണ്ടും കൂടെ കാണാൻ കിടക്കുന്നുണ്ട്. ആ റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ബ്രേക്ക് ഓൺ ടാലൻസ് ഹോം അബൌട്ട് ബൈ ലക്ഷ്മി ജ്വല്ലറി. ഇനി 15 സെക്കൻഡുകൾ മാത്രമാണ് കിരണിന് ബാക്കിയുള്ളത്. വളരെ നന്നായിട്ട് കളിച്ചിങ്ങനെ പോവാണ് കിരൺ. ഈ ഒരു റേഞ്ചിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ഗോളികൾ ഇടാം. റോഷ്നി, come on, you can do it. ഇനി റോഷ്നിക്ക് ഒത്തിരി സമയം ബാക്കിയില്ല. 10 seconds more. Welcome back to Talent Style Home about by Lakshmi Jewelry. ഇനി നമ്മളുടെ റൗണ്ട് ചെകുത്താനും കടലും. ചോദ്യമുണ്ട്, ഗെയിമുണ്ട്. സൈമൾട്ടേനിയസായി 2 കാര്യങ്ങളും ചെയ്യണം, 3 ഉത്തരങ്ങൾ പറയണം. അല്പം പാടാണ്, എങ്കിലും നമുക്ക് ചെയ്തു നോക്കാം. ഈ 2 കൂട്ടത്തിൽ ആരെ വിളിക്കണം ആദ്യം? നമുക്ക് ആദ്യം കിരണിനെ വിളിക്കാം. കിരണിന്റെ ഗെയിം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ സാധനം ഉണ്ടല്ലോ, ഇത് കൈ പിടിക്കണം. ഇത് കൈ പിടിച്ചിട്ട് ഈ 2 ഭാഗത്തെ മിസ്സിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ആണ് ഇത്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മാർബിൾ ഇട്ട് തന്നുകൊണ്ടിരിക്കും. കിരൺ അതിങ്ങനെ കണക്ട് ചെയ്ത് പിടിച്ച് ഇവിടെ കൊണ്ടിടണം. മനസ്സിലായോ? നന്ദിനി